सीताराम ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान सबको सन्मति दे भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവിന്റെ വാക്കുകളാണ് എന്നും മനസ്സിൽ തങ്ങി നിൽക്കണം. ഈശ്വരൻ എന്ന് വിളിച്ചാലും അല്ലാഹ് എന്ന് വിളിച്ചാലും രാമൻ എന്ന് പറഞ്ഞാലും റഹീം എന്ന് പറഞ്ഞാലും യഹോവ എന്ന് പറഞ്ഞാലും ദൈവമെന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും എല്ലാം ഏകപരാശക്തിയാണ്. എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞ ബാപ്പുജിയുടെ മക്കളാണ് നമ്മൾ. ഈ നന്മ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ശാന്തി ശാന്തി ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സമാധാനം സമാധാനം. അത് തന്നെ ഖുർആൻ പറഞ്ഞു, വന്ദസ്സലാം വന്ദസ്സലാം തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാം സമാധാനമാണ്. എന്റെ പ്രിയപ്പെട്ട സംഘാടകർ ഇവിടെ ഒന്നായി ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചതും നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന്, നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പിന്, നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ ഐക്യത്തിന്, സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഇരിക്കാൻ. ഇന്ന് നമ്മുടെ രാജ്യത്തെ വീണ്ടും വെട്ടിമുറിക്കാൻ അല്ലെങ്കിൽ വീണ്ടും വർഗീയവൽക്കരിക്കാൻ, മനുഷ്യ മനസ്സുകളിൽ വെറുപ്പ് സൃഷ്ടിക്കാൻ ചില ഹേറ്റ് ക്യാമ്പയിനുകൾ വ്യാപകമായിട്ട് നമ്മുടെ മലയാളക്കരയിൽ പ്രത്യേകിച്ച് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരെ അടുപ്പിക്കാനല്ല അടിപ്പിക്കാനാണ് ചില ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിക്കുന്നത്. മനുഷ്യനെ അടുപ്പിക്കുകയാണല്ലോ വേണ്ടത്. ചിലർ ശ്രമിക്കുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാനാണ്. അതാരാ ശ്രമിക്കുന്നത്? പിശാചുക്കളാണ്. അതുകൊണ്ട് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നവർ പൈശാചികതയുടെ ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ഇരുട്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ വെളിച്ചത്തിന്റെ ചെറിയ കൈത്തിരിയുമായിട്ട് കൃഷ്ണാപുരം വായനശാലയുടെ കൃഷ്ണാപുരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ ഒരു ചെറിയ പ്രകാശത്തിന്റെ കൈത്തിരി അല്ല, ഇത് വലുതായിരിക്കട്ടെ, ഇത് വലുതായിരിക്കട്ടെ, തീപന്തം പോലെ ആളിപ്പടരട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടെ ജീവിക്കാൻ നെഹ്റുജി വിഭാവനം ചെയ്ത ഇന്ത്യ, വല്ലഭായ് പട്ടേൽ വിഭാവനം ചെയ്ത ഇന്ത്യ, മൗലാനാ അബുൽ കലാം ആസാദ് നമുക്ക് ഏൽപ്പിച്ച ഇന്ത്യ, നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമുക്ക് നൽകിയ ഇന്ത്യ, ആ ഇന്ത്യ മരിക്കാതിരിക്കാൻ, ആ ഇന്ത്യ നഷ്ടപ്പെടാതിരിക്കാൻ, അത് ലോകം നിലനിൽക്കുന്ന കാലങ്ങളോളം നിലനിൽക്കാൻ, നമ്മൾ പഴയ പോലെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ, അതിന് നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം. ഈ വിശുദ്ധ റമദാനിന്റെ സന്ദേശവും അതാണ്, സലാം. റമദാനിന്റെ സന്ദേശം ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദറിന്റെ സന്ദേശം ഖുർആൻ പറയുന്നത് സലാം, സമാധാനം എന്നാണ്, ശാന്തി എന്നാണ്. അതേപോലെ തന്നെ ഈ വിശുദ്ധ റമദാനില് ഞാൻ നിങ്ങളെ വളരെ ഹ്രസ്വമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. റമദാനിൽ പ്രധാനമായിട്ട് വ്രതാനുഷ്ഠാനമാണ് 30 ദിവസക്കാലത്തെ വ്രതാനുഷ്ഠാനം. ആ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു മുസ്ലിം വിശ്വാസി അവരുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സംസ്കരണമാണ്. ശാരീരിക സംസ്കരണം. നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ട് കുറെ ടോക്സിൻസുകളാണ് നമ്മുടെ ശരീരത്തിൽ, അനാവശ്യമായ ഫാറ്റുകൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. 13-14 മണിക്കൂർ നേരം നീണ്ട ഫാസ്റ്റിംഗ് ആണ് 30 ദിവസത്തെ മുസ്ലിംകൾ ആചരിക്കുന്ന ഈ വ്രതത്തിലുള്ളത്. 13 മണിക്കൂർ, 8 മണിക്കൂറാണ് നിരാഹാരം എന്ന് സാധാരണ പറയുന്നത്. അതൊരു 12 മണിക്കൂർ ആകുമ്പോഴേക്ക് അത് നന്നായിട്ട്